ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാം, നമ്മൾ മക്കളെ സുബ്ഹിനെ വിളിക്കണില്ല. കുട്ടിക്ക് എത്ര വയസ്സായി? 8 വയസ്സായി. വയസ്സെത്ര? 8. സുബ്ഹിനെ നമ്മളെ വിളിക്കണില്ല കുട്ടിനെ. അതിന്റെ വിധി ഞാൻ വഴിയെ പറയാം, വിളിക്കാത്തതിന്റെ വിധിയൊക്കെ വഴിയെ പറയാം. കുറച്ച് ഉറങ്ങിക്കോട്ട്, നേരെ വൈകിട്ടല്ലേ ഉറങ്ങിയത്, കുറച്ച് ഉറങ്ങിക്കോട്ടെ. എന്നിട്ട് ആ വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോ പെട്ടെന്നൊരു ശബ്ദം. അടുക്കള ഭാഗത്തുനിന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാ. വീടിന്റെ ഒരു ഭാഗം തീ പിടിച്ച അടുക്കള ഭാഗം. ഈ ഉപ്പ നിസ്കരിക്കാൻ പോവോ, വീട്ടിലേക്ക് തിരിച്ചു വരുമോ? തിരിച്ചു വരും. എന്തിന്? ബെഡ്റൂമിൽ കിടക്കുന്ന മക്കളെ വിളിച്ചുണർത്തിയിട്ട് രക്ഷപ്പെടുത്താൻ. അതാണ് ആദ്യം അയാൾ ചെയ്യുക. തീ അണക്കണതിന് മുമ്പ് ആദ്യം അയാൾ അത് ചെയ്യും. അവിടത്തേക്ക് തീ പടരുന്നതിന് മുമ്പ് മക്കളെ രക്ഷപ്പെടുത്താൻ. എന്നാൽ ദുനിയാവിലെ ഈ ചെറിയ തീ അവർക്ക് കുട്ടികൾക്ക് ഏൽക്കരുത് എന്ന് ചിന്തിച്ച് രക്ഷപ്പെടുത്തുന്ന ഉപ്പ നരകത്തിലേക്ക് പോവാൻ കാരണമാവുന്ന നിസ്കരിക്കാതിരിക്കൽ എന്ന് പറയുന്നതിൽ എന്താ ശ്രദ്ധിക്കാത്തത്? ഇമാമിന്റെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ 7 വയസ്സായാൽ നിസ്കാരം കൊണ്ടുള്ള കൽപ്പന ലിൽ വുജൂബി, നിർബന്ധത്തിന്റെ കൽപ്പനയാണ്, ഉപ്പാനോടും ഉമ്മാനോടും. പല കുട്ടികളും വെള്ളിയാഴ്ച രാവിലത്തെ സുബി ഖലാക്കും അല്ലെങ്കിൽ നിസ്കരിക്കാറില്ല. എന്തുകൊണ്ട്? മദ്രസയില്ല. വെക്കേഷൻ മദ്രസക്കാരായ കുട്ടികളുടെ കാര്യം അങ്ങനെ ഒച്ചത്തിൽ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മദ്രസ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഈ വെക്കേഷൻ മദ്രസയും ഇംഗ്ലീഷ് മീഡിയം മദ്രസയും മാത്രം പോരാ. അത് ഹൈർ തന്നെയാണ്, അതാണെങ്കിൽ അത് എന്ന് നിനക്ക് ഹൈർ തന്നെയാണ്. പക്ഷേ ഒരു മദ്രസ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കുട്ടികൾ പോകണം എപ്പോഴും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 7 വയസ്സായാൽ മുറുസ്വബിയ എന്ന് പറഞ്ഞാൽ അതാണായാലും പെണ്ണായാലും 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്. ആ നിർബന്ധം ഒഴിവാക്കൽ ഹറാമാണ്, തെറ്റാണ്. വൽ ഇസ്റാറു അലൈഹ, അങ്ങനെ ഹറാം സ്ഥിരം ചെയ്യുന്ന ഒരു രക്ഷിതാവ്. സ്ഥിരമായി കുട്ടികളെ വിളിക്കാറൊന്നുമില്ല. സുബഹി നിസ്കരിക്കണമെന്നോ, ലോഹർ നിസ്കരിച്ചോന്നോ, അസറ എവിടെ നിന്നാ നിസ്കരിച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോഴോ, അങ്ങനെ ചോദ്യമൊന്നുമില്ല. വൽ ഇസ്റാറു അലൈഹ, സ്ഥിരമായി ഈ നിർബന്ധം ഒഴിവാക്കുക എന്ന ഹറാമ് ചെയ്യുന്ന ഒരു രക്ഷിതാവ് മുസ്ഖിത്തുൽ അദാല വ മുസ്ബിത്തുൽ ഫിസ്ഖ്, അയാൾ ഫാസിഖാണ്, അയാൾ സാക്ഷിക്ക് പറ്റുന്നതല്ല. വലാ തുഖ്ബലു ഷഹാദത്തുഹും ബിന്നിക്കാഹി, വിശേഷിച്ച് നിക്കാഹിൽ അവർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് വലാ തൻഅഖിദു നിക്കാഹ് സ്വഹിയാവില്ല. ആര് 7 വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത രക്ഷിതാവാണ് ഇയാളെങ്കിൽ നിക്കാഹ് നടക്കുന്നിടത്ത് സാക്ഷിയായി ഇയാൾ നിൽക്കാൻ പാടില്ല. കാരണം ഫാസിക്ക് നിക്കാഹ് പറ്റൂലല്ലോ. ഇന്ദാക്സരിൽ അഇമ്മ, ഇയാൾ ഫാസിക്കല്ലേ, ഇയാൾ എങ്ങനെ നിക്കാഹിന് സാക്ഷിക്കാൻ പറ്റുക? വലൗ കാനൂ അൽഫൻ, ഇതെല്ലാം വലിയ മഖദൂം റളിയല്ലാഹുവിന്റെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. വലൗ കാനൂ അൽഫൻ, അവരായിരക്കണക്കിന് ആളാണ് രജിസ്റ്ററിൽ ഒപ്പിട്ടത്, ഇവർ എന്നിൽ നിക്കാഹ് നടന്നിട്ടുണ്ട്. ആ നിക്കാഹ് പറ്റൂല. കാരണം ഇവർ 7 വയസ്സ് മുതൽ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത രക്ഷിതാവാണ്. അവിടെ എന്താ മസല? എല്ലാ വക്തിനും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണോ വേണ്ടിയോ? ഓൻ എല്ലാ വക്തിനും കൽപ്പിച്ചാലേ നിസ്കരിക്കുള്ളൂ എങ്കിൽ കൽപ്പിക്കണം. അവിടെ ചിലപ്പോ ഉപ്പ ലിബറലാവും. എന്താടി നീ ഇങ്ങനെ കുറച്ചെല്ലാം ഉറങ്ങിക്കോട്ട്, പിള്ളേരല്ലേ, ഓൻക്കാകെ 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ശതമാനം ആൾക്കാർ മക്കളുടെ ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്?